ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഒരു മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ ലൈക്കൊക്കെ വളരെ കുറവാണ്. നമ്മുടെ വാച്ചവറൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ലൈക്കൊക്കെ ഞങ്ങൾക്ക് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്തില്ലേ മക്കൾസിന് മദ്രസയിൽ കൊണ്ടുപോയി വിട്ട് വരുമ്പോൾ നമ്മുടെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് ഇന്നെടുത്ത വീഡിയോ അല്ല കേട്ടോ, 2 ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അവിടെ ഓരോരോ മാറ്റങ്ങൾ കണ്ടില്ലേ, നമ്മളൊക്കെ പാടൊക്കെ കൊയ്തു, നെല്ലൊക്കെ കൊണ്ടുപോയി, പിന്നെ ഇതാ കറ്റ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വൈക്കോല് കറ്റ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നല്ല മഞ്ഞുള്ള ദിവസമായിരുന്നു കേട്ടോ. ചില ദിവസം നല്ല മഞ്ഞുണ്ടാവും, ഇരുട്ടുണ്ടാവും, ചില ദിവസങ്ങളിൽ നല്ല തണുപ്പുണ്ടാവും, ചില ദിവസം നേരം വെളുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മത്തിക്കറിയിലേക്ക് കടന്നാലോ. അപ്പോൾ മത്തിക്കറി എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എന്താപ്പോൾ ഇത് എന്നും ഈ ഒരു മത്തിക്കറിയൊക്കെ നമുക്കറിയാലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു മത്തിക്കറി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മൺചട്ടി തന്നെയാണ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതാ 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട്, എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് 2 പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉലുവയും പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ കൊണ്ടോ കയ്യിൽ കൊണ്ടോ നന്നായിട്ടുണ്ട് തിരുമ്പി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതാ കൈ കൊണ്ട് തന്നെ തിരുമ്പലിട്ടു. പക്ഷേ ഇന്ന് എൻ്റെ കൈൻ്റെ തൊലിയൊക്കെ ഒന്ന് പോയ കാരണം ഭയങ്കര ചുട്ട് നീറ്റാവും. അതുകൊണ്ട് ഞാൻ കയ്യിലോണ്ട് തന്നെയാണ് ചെയ്തു കേട്ടോ. എന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ 2 പുളിങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മദ്രസയിൽ കുട്ടികളെ കൊണ്ടാക്കി വരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പുളിങ്ങ എടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാം കേട്ടോ, നമ്മളെ ചേച്ചിമാരൊക്കെ അറിയണവരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പുളിങ്ങ പെറുക്കി കൊടുക്കുന്നതാണ്. ആ പുളിങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കലും നമ്മളെ ഈ കുക്കിങ്ങും കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇതാ 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണയില്ലേ, പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്യാസിൽ ഗ്യാസിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടുപ്പത്താണെങ്കിൽ അടുപ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി, അതുകൊണ്ടൊന്ന് ക്ഷമിക്കണേ. എന്നിട്ട് ഇതാ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടോ, എരിവുണ്ടോ, പുളിയുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. എല്ലാ പാകത്തിനുണ്ടെങ്കിൽ എന്ത് കറിയായാലും എന്തുണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഒന്ന് കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞേ. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 5-6 മത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് മത്തിയൊക്കെ തോനെടുക്കട്ടെ, എന്നാലേ കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മത്തി നമ്മളുടെ ഈ ഒരു മീൻ കറിയിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് നല്ലതാട്ടോ. നമ്മൾ മക്കൾസിനൊക്കെ നല്ലതാണ്, നമുക്കും നല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മത്തിയൊക്കെ നന്നായിട്ട് കഴിക്കണം. ചിക്കനൊക്കെ പോലെ തന്നെ മത്തി നന്നായിട്ട് കഴിക്കട്ടെ. ചിക്കനൊന്നും അധികം കഴിച്ചില്ലെങ്കിലും മത്തി എന്തായാലും കഴിക്കുക. മത്തി, ചെറിയ മീനില്ലേ, നെത്തൾ, പിന്നെ നമ്മുടെ മാന്തൾ, അങ്ങനെയുള്ളതൊക്കെ കേട്ടോ എനിക്കും ഇഷ്ടം. അപ്പോൾ നമ്മളിത് മത്തിയൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തിയാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതാ മീൻ കറി തിളച്ച് വന്നതിന് ശേഷം മത്തിയാണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെറുതായിട്ട് ഉപ്പൊന്നില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. കറി ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളർ കണ്ട് നിങ്ങൾ നെട്ടണ്ട കേട്ടോ. ഇത് ഞാൻ കളറൊന്ന് കൂട്ടിയതാണ് കേട്ടോ. ഇതിന് ഇത്ര ഒരു കളറൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്തിക്കറിയും പിന്നെ നല്ല റേഷൻ അരിയുടെ ചോറും ഒക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്കിന്ന് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കിംഗ് വീഡിയോ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മീൻ പൊരിക്കാനുണ്ടായിരുന്നു. മക്കൾസിന് മത്തി പൊരിച്ചു കൊടുക്കുക, എരിവില്ലാതെ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ മത്തിക്കറിയും മത്തി പൊരിച്ചതും പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഡാൻസ് ഉണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇല്ലേ, നമുക്ക് ഇനി നെഞ്ചുള്ളിപ്പണിയുടെ തിരക്കാണല്ലോ അല്ലേ. അപ്പോൾ നെഞ്ചുള്ളിപ്പണിയുടെ തിരക്കും പിന്നെ വീഡിയോസുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.